ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണത് ടോക്കിംഗ് അബൌട്ട് കോമ്പറ്റീഷൻസ് ഇൻ ലൈഫ്. ഒബിയസ്ലി അറ്റ് പ്രസൻറ്റ് ആൾസോ എവിടെയൊക്കെയോ എന്തൊക്കെയോ കോമ്പറ്റീഷൻ നടക്കണ്ടാം. ഓക്കെ, ഹ്യൂമൻസ് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കണ്ടാം. ബട്ട് ഈസ് ഇറ്റ് നെസസറി? ഐ എം നോട്ട് ടെല്ലിങ് അബൌട്ട് എനി കൈൻഡ് ഓഫ് സ്പോർട്സ് എക്സാം. ഒബിയസ്ലി ദോസ് ആർ ദ കോമ്പറ്റീഷൻ. ബട്ട് യു ഡോണ്ട് നീഡ് ടു ബി ആസ് എ ഹ്യൂമൻ. അല്ലേ, ഒരു ഹ്യൂമൻ മറ്റൊരു ഹ്യൂമനോട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എല്ലാവരും ട്രൈയിങ് ടു പ്രൂവ് ഐ എം ബെറ്റർ ദാൻ യു എന്ന ലെവലിൽ. ഓക്കെ, ഐ എം ബെറ്റർ ദാൻ യു. ബട്ട് ഹ്യൂമൻസ് ആർ ഫോഴ്സ് ടു ബി ലൈക്ക് ദാറ്റ്. അതായത് ഒരാൾ മറ്റൊരാളെക്കാളും ബെറ്റർ ആയാൽ മാത്രമേ ആ വ്യക്തിക്ക് എന്താ പറയുക, ദേ കൊണ്ട് ഗെറ്റ് റെക്കഗ്നീഷൻ, അക്സെപ്റ്റൻസ്. അതാണ് മുന്നിൽ നിൽക്കുന്ന ആൾ ജയിച്ച വ്യക്തിയും പിന്നിൽ നിൽക്കുന്ന ആൾ തോറ്റ വ്യക്തിയും എന്നൊരു സൊസൈറ്റിയുടെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. മുന്നിൽ നിൽക്കുന്ന ആൾ അയാൾക്ക് എന്തോ ടാലൻറ്റ് കൊണ്ട് മുന്നിൽ നിൽക്കണം, ബാക്കിൽ നിൽക്കുന്ന ആൾ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആൾ ഏറ്റവും മികച്ചതാണെന്നും പിന്നിൽ നിൽക്കുന്ന ആൾ വേസ്റ്റ് ആണെന്നുള്ളൊരു ചിന്താഗതി റോങ് ആണ്. പക്ഷേ ബേസിക്കലി അങ്ങനെയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ മറ്റൊരു ഹ്യൂമനായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. കാരണം മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കും മികച്ചത് എന്നൊരു അക്സെപ്റ്റൻസ് അവിടെ ഉള്ളതുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന ആൾ വേസ്റ്റ് ആണെന്നും അങ്ങനെയൊന്നും ഉണ്ടാകണമെന്നില്ല. ലോട്ട് ഓഫ് റീസൺ കൊണ്ട് പലരും മുന്നിൽ പോവാം, ലോട്ട് ഓഫ് റീസൺ കൊണ്ട് പലരും പിന്നിൽ പോവാം. മുന്നിൽ നിന്ന് നിൽക്കുന്നവ എല്ലാം തികഞ്ഞവനും പിന്നിൽ നിൽക്കുന്നവൻ ഒന്നും തികയാത്ത അങ്ങനെ ഒരു തോട്ടേ ഇല്ല. ദാറ്റ്സ് എ റോങ് തോട്ട് ഇൻ അവർ സൊസൈറ്റി. ബട്ട് ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഇസ് എ വേഴ്സ്റ്റ് തിങ് ടു ഡു വിത്ത് അതർ പീപ്പിൾ. ഫോർ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ കോമ്പറ്റ് ചെയ്യുന്ന പീപ്പിൾസ് ഒരിക്കലും അവരുടെ ബെറ്റർ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കോമ്പറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലോട്ട് ഓഫ് ആരെ നോക്കി കോമ്പറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്താലും നമ്മൾ ഏതൊരു ഏരിയ എടുത്താലും ലോട്ട് ഓഫ് പീപ്പിൾ ദർ. ആ ഏത് വ്യക്തിയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ, ഏത് വ്യക്തിയോടാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. ഇൻ കേസ് ആ ഒരു വ്യക്തിയെ കോമ്പറ്റ് ചെയ്ത് നിങ്ങൾ മറികടന്നാൽ പോലും അടുത്തൊരു വ്യക്തി അവിടെ ഉണ്ടാവും. ആ വ്യക്തിൻ്റെ രീതി ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒബിയസ്ലി കോമ്പറ്റീഷൻ എന്ന രീതി ചിന്തിക്കുമ്പോൾ വി കനോട്ട് ഫൈൻഡ് എ പ്രോപ്പർ കോമ്പറ്റീറ്റർ. അല്ലേ, കാരണം ലോട്ട് ഓഫ് പീപ്പിൾ എല്ലാ സ്റ്റേജിലും ഓരോരുത്തരുണ്ടാവും. ആരോട് കോമ്പറ്റ് ചെയ്തിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ആരോടും കോമ്പറ്റ് ചെയ്ത് തോറ്റിട്ട് ഇപ്പോൾ എന്താ കിട്ടാൻ പോകണം? ഓക്കെ, യു ലിറ്ററലി ലോസ് യുവർ one of the comment from ഇളയ തളപതി വിജയ് that you have to compete with yourself, not with any other people. അല്ലേ, മറ്റുള്ളവരോട് കോമ്പറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഓക്കെ, അതൊരു സോഷ്യൽ ഇതാണ്. when you are better than that other people, society will accept you in the front. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഗീവ് അപ്പ് ചെയ്യും. ഓക്കെ, ഇഫ് ഐ ബിക്കം ബെറ്റർ ദാൻ അതർ പീപ്പിൾ ആവുന്ന സമയത്ത് ഐ മൈറ്റ് ഗെറ്റ് എ ബെറ്റർ ട്രീറ്റ്മെൻറ്റ്. ബട്ട് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ജേർണി ഐ മസ്റ്റ് ലോസ് മൈസെൽഫ്. എനിക്ക് അതിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഐ വാണ്ട് എൻജോയ് ലൈഫ്. അല്ലേ, ലൈഫ് എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെപ്പോഴും നമുക്കിഷ്ടമുള്ള രീതികളിൽ നമ്മുടെ ഇഷ്ടമുള്ള വഴികളിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൽ നമ്മൾ മികച്ച, അതായത് യു ഹാവ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു. നമ്മളൊരിക്കലും മറ്റൊരാളെക്കാളും ബെറ്റർ ആകുക എന്നൊരു തോട്ടെ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഒരിക്കലും മറ്റൊരാളെക്കാളും ബെറ്റർ ആയതുകൊണ്ട് ഞാൻ ഹാപ്പി ആകാറില്ല. ഒരാളുടെ പിന്നിലാകണമുണ്ട്. അതായത് നോട്ട് ഫ്രം മൈ മൈൻഡ്, ഫ്രം അതർ പീപ്പിൾ പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇപ്പോൾ ചില വ്യക്തികൾ നമ്മളെ അങ്ങോട്ട് മുന്നിൽ നിർത്തി സംസാരിക്കും, ആൾ നോക്ക് സൂപ്പറായി ചെയ്യുന്നുണ്ട് എന്നുള്ള ലെവലിൽ. ചില വ്യക്തികൾ നമ്മളെ ബാക്കിൽ നിർത്തി സംസാരിക്കും. അതായത് ഇറ്റ്സ് എ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ. യു ആർ ഡൂയിങ്, അവൻ നോക്കുക, അവൻ എല്ലാം കറക്റ്റായി ചെയ്യണം. ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ എന്തെങ്ങനെ ചെയ്യണം, ഇങ്ങനെ രണ്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും അവിടെ ട്രീറ്റ്മെൻറ്റ് വരും. ഒന്ന് നമ്മളെ ബെറ്ററാക്കി പറയുന്ന ട്രീറ്റ്മെൻറ്റും ഒന്ന് നമ്മളെ വേസ്റ്റാക്കി പറയുന്ന രണ്ട് ട്രീറ്റ്മെൻറ്റും. രണ്ടിലും എനിക്ക് കമൻ്റ് ഇല്ല. എന്നെ ബെറ്ററാക്കി ഒരാളായിട്ട് കമ്പയർ ചെയ്തിട്ടോ എന്തെങ്കിലും ഒരു കാര്യം കമ്പയർ ചെയ്തിട്ട് എന്നെ ബെറ്ററാക്കി പറഞ്ഞാൽ അതിൽ എനിക്കൊരു സന്തോഷം തോന്നാറില്ല. ഓക്കെ, ഒരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്നെ ബാക്കിലാക്കി പറയുന്നതുകൊണ്ട് എനിക്ക് മോശം ഫീലിംഗ്, ചില സമയത്ത് കുറച്ച് വിഷമം ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ പോലും മോശം ഫീലിംഗ്. കാരണം എനിക്ക് ഒരിക്കലും മറ്റൊരാളെക്കാളും ബെറ്റർ ആകണമെന്നോ ഒരു തോട്ടും ഇല്ല. എന്നെ മറ്റൊരാളെക്കാളും ബെറ്റർ ആകണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിലെത്തണം, ആ വ്യക്തി, ഇങ്ങനെ ഒരു തോട്ടേ എനിക്കില്ല. ചില സമയത്ത് പീപ്പിൾ ഡ്രാഗ് അസ് ടു ദാറ്റ് തോട്ട്. നമ്മളെ അതിലേക്ക് വലിച്ചെടുക്കുക, നമ്മളെ മറ്റൊരാളിലേക്ക് കോമ്പറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഫോഴ്സ്. ഞാൻ അങ്ങനെയൊക്കെ വരുമ്പോഴും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചോളം ഐ വാണ്ട് ടു മേക്ക് മൈസെൽഫ് ബെറ്റർ ദാൻ മൈസെൽഫ്. അല്ലേ, നമ്മുടെ ഓൾഡർ വേർഷനേക്കാൾ ബെറ്റർ ആക്കുക എന്നൊരു തോട്ട് മാത്രമേ എൻ്റെ മൈൻഡിൽ ഓട്ടാൻ എനിക്ക് താല്പര്യം. പക്ഷേ സംടൈംസ് റോങ് തോട്ട് നമ്മളിലേക്ക് ഫില്ല് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. യു ഹാവ് ടു എന്താ പറയുക, നോക്കുക അവൻ പഠിച്ച് ഇങ്ങനെയായി, നീ എന്താ ചെയ്ത് പറയുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ഒരു ട്രിഗറിങ് നടക്കുക. അപ്പോഴാണ് നമ്മൾ പാത്ത് മാറ്റി അവൻ്റെ പിന്നാലെ ഓടാൻ നിൽക്കും. അവൻ ഇതിൽ ബെറ്ററാണ്, വൈ യു ആർ നോട്ട് അറ്റ് ബെറ്റർ എന്ന് നോക്കുമ്പോഴേക്കും അതിൽ ബെറ്റർ ആകണമല്ലോ. ഓക്കെ, അങ്ങനെ തോട്ട് വരുന്നത് ആ ഒരു ട്രിഗറിങ് നടക്കും. സോഷ്യൽ ട്രിഗറിങ്, സൊസൈറ്റി, അതല്ലെങ്കിൽ പീപ്പിൾസ് തിങ്ക് ഓൺ ബേസ്ഡ് ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനാണ് എപ്പോഴും പീപ്പിൾസിന് ഇഷ്ടം. അതായത് ദിസ് പേഴ്സൺ ഡൂയിങ് ദിസ് പേഴ്സൺ, വൈ യു ആർ നോട്ട് ഡൂയിങ് വെൽ. ഓക്കെ,
ഒരു വ്യക്തി ബെറ്ററായി ചെയ്യണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല ഒരു കാലത്തും. ഓക്കെ, ഒരു വ്യക്തിയുടെ വെദർ ഹീസ് ദ ബെറ്റർ പേഴ്സൺ ഓർ നോട്ട് പേഴ്സൺ എന്ന് കമ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒന്നാമത്തെ കമ്പാരിസൺ ബോർ തിങ് ആണ്. യു ക്യാൻ കമ്പയർ പീപ്പിൾ. പക്ഷേ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് അതുകൊണ്ടല്ല. ഒരിക്കലും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യരുത്. ഒരു വ്യക്തി അയാളുടെ പ്രീവിയസ് വേർഷനായിട്ടാണ് കമ്പയർ ചെയ്യണം. കാരണം വാട്ട് ഈസ് ദിസ് പേഴ്സൺ ഇൻ ദ 1 year ബിഫോർ, ഒരു വർഷം മുമ്പ് അയാൾ എന്തായിരുന്നു, ഇപ്പം എന്താണ്. ദാറ്റ് വിൽ ബി ബെറ്റർ കമ്പാരിസൺ. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്, ബിക്കോസ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് മോളിൽ പോകാനുള്ള ഒരു സാധനമല്ല. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ് വേവ് ആണ്. വി ഡൗൺ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് 15 വർഷം ഇത്രയെന്ന് ഇപ്പോൾ ബെറ്ററായി, ഇത് സൂപ്പർ എന്ന രീതിയിൽ, കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ട്, ഇവിടെ ഇറ്റ്സ് വേഴ്സ്, അങ്ങനെ ചെയ്തില്ല. ലൈഫ് ഈസ് ഓൾ അബൌട്ട് വേവ്സ്. ഇങ്ങനെ മൂവ് ചെയ്ത് താഴേക്ക് പോയി മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് ക്ലിംബിങ് ദ മൗണ്ടൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പാരിസൺ ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ്സ് ആൾസോ wrong, but it's okay, and we try to know what we are doing in the past and what we knowing. അതൊരു ഫീഡ്ബാക്ക് പോലെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ ദാറ്റ് കമ്പാരിസൺ വിത്തിങ് അതർ പീപ്പിൾ, ദാറ്റ് മേക്കിംഗ് എ കോമ്പറ്റീഷൻ. ഓക്കെ, ഒരു റോങ് കോമ്പറ്റീഷൻ. രണ്ട് വ്യക്തികൾ തമ്മിൽ, ഇപ്പോൾ 1 person ഈസ് റിച്ച്, അനദർ പേഴ്സൺ ഈസ് നോട്ട് റിച്ച്. ഓക്കെ, അപ്പോൾ റിച്ചുള്ള പേഴ്സണെ നോക്കിയിട്ട് മറ്റവനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മേ ബി ദ റിച്ച് poor guy is a better person. Okay, maybe that person doesn't done corruption in life, maybe that person doesn't break the laws in life, maybe person doesn't teach anybody, അല്ലേ, ആ വ്യക്തി ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. മേ ബി ദാറ്റ് ബിക്കോസ് ഓഫ് ദ റീസൺ ഹീ സ്റ്റാൻഡിങ് ബിഹൈൻഡ്. ഓക്കെ, ചിലപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തി റിച്ച് ആയിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷേ കമ്പാരിസൺ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ദിസ് പേഴ്സൺ ഈസ് ബെറ്റർ ദാൻ യു എന്ന ലെവലായിരിക്കും. എന്നെ സംബന്ധിച്ചുള്ള പിന്നെ നിന്ന വ്യക്തിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ പേഴ്സൺ. കാരണം this person doesn't break any law, this person doesn't done any corruption, this person doesn't cheat anybody. That one of the reason he behind. ഒരു നല്ല പേഴ്സൺ ആയതുകൊണ്ടാണ് അയാൾ പിന്നിലായി പോയത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും അത് ഇറ്റ്സ് നോട്ട് എ ഫെയർ കമ്പാരിസൺ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അങ്ങനെ കമ്പാരിസൺ വരുന്ന സമയത്ത് ഇറ്റ് ട്രിഗർ ദ ഗുഡ് പീപ്പിൾ, അല്ലേ. ഗുഡ് പീപ്പിളിൻ്റെ നെഗറ്റീവ് പാത്തിൽ കൂടിയാണെങ്കിൽ പോലും മുന്നിലെത്തണം എന്നുള്ളൊരു ട്രിഗറിങ് നടക്കും. ഇറ്റ്സ് നോട്ട് എ ഗുഡ് കമ്പാരിസൺ ടു ഡു. സോ അതൊരു റോങ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനിലേക്ക് ഒരു വ്യക്തിയെ പറഞ്ഞു വിടും. ദാറ്റ് കോമ്പറ്റീഷൻ ഈസ് വെരി വാസ്റ്റ്. അപ്പോൾ ഒരാൾ മറ്റൊരാൾ കോമ്പറ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. കാരണം ഒരാൾ അയാളുടെ എന്താണ് മികച്ചത്, അതായത് ഐ ലൈക്ക് ടു ഡു സംതിങ്. ഓക്കെ, എനിക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഓക്കെ, അത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. അത് ചിലപ്പോൾ വേറെ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ചിലപ്പോൾ എന്നെ പോലെ അതേ ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ മറ്റൊരു കാര്യമൊക്കെ ചെയ്യണം. എന്നോട് വന്നിട്ട് അയാൾ അത് ചെയ്യുന്നു, നീ എന്തുകൊണ്ട് ചെയ്യില്ല ചോദിച്ചാൽ എനിക്കത് താല്പര്യമില്ല, എനിക്കത് സന്തോഷം തരില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഒരു കാര്യം എത്രത്തോളം ഹാർഡായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും, എത്ര കഷ്ടമുള്ള കാര്യമാണെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് ദ തിങ് ഗോയിങ് ടു ഗീവ് മീ ഹാപ്പിനെസ്, ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ, ചിലപ്പോൾ ഒരു കാര്യം ഭയങ്കര ടഫല്ല, ഒരു ഈസിയാണ്. ഓക്കെ, ഭയങ്കര ഈസിയാണ്, പക്ഷേ അതെനിക്ക് സന്തോഷം തരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യില്ല. ഐ വോണ്ട് ഡു ദാറ്റ്. മേ ബി ഒരു ഔട്ട്സൈഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഏറ്റവും കിട്ടുന്ന കമൻറ്റ് അതാണ്, ഇത് ഈസിയല്ല, ഇത് ചെയ്തുകൂടെ എന്ന രീതിയിൽ. അത് ഈസി ആയിരിക്കാം, പക്ഷേ എനിക്കത് സന്തോഷമില്ല. എനിക്കത് ചെയ്യുന്നതുകൊണ്ട് വലിയ ഒരു നല്ല സന്തോഷമോ എനിക്ക് ഹാപ്പിനെസ്സോ കിട്ടുന്നില്ല. എനിക്ക് ഇത് ടഫാണെങ്കിൽ ഐ ആം ഓക്കെ ഫോർ ദിസ്, ഐ ആം റെഡി ഫോർ ദിസ് എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷേ പീപ്പിൾ കം ആൻഡ് ടെൽ യു വൈ യു ആർ ഡൂയിങ് ദിസ്, ദാറ്റ് പീപ്പിൾ ആർ ഡൂയിങ് ദാറ്റ്. ആൾവേസ് ദാറ്റ് കമ്പാരിസൺ, ദാറ്റ് ബ്രിങ് മീ ടു ദ കോമ്പറ്റീഷൻ. ഓക്കെ, നമ്മൾ ഒരാളായിട്ട് കോമ്പറ്റ് ചെയ്ത് അയാളെക്കാളും ബെറ്റർ ആകണം, അല്ലെങ്കിൽ അയാളെക്കാളും ബെറ്റർ അല്ല നമ്മളെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു തോട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ വരാതിരിക്കുക. ഓക്കെ, വൺസ് നമ്മൾ ഒരാളുമായിട്ട് കോമ്പറ്റീഷനിൽ വന്നതിന് ഐ എം ഡൺ, ഓവർ, നിങ്ങളുടെ എബിലിറ്റി എല്ലാം നഷ്ടപ്പെടും. ബിക്കോസ് യു നോ വെർ യു ആർ ഗുഡ് അറ്റ്, യു നോ വെർ യു ആർ നോട്ട് ഗുഡ് അറ്റ്. അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്ട്രാറ്റജിയും നമ്മുടെ പ്ലാൻസ്, നമ്മുടെ അടുത്ത പ്ലാനുകളെല്ലാം അല്ലെങ്കിൽ ആക്ഷൻസ് എല്ലാം. സമ്മൺ ഈസ് ഡൂയിങ് ദാറ്റ്, ഓക്കെ നിങ്ങൾ ചെയ്തു, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ദർ ഇസ് ആൾവേസ് എ ട്രിഗറിങ്. ഓക്കെ, സംബഡി ഈസ് ട്രിഗറിങ്. ഇപ്പോൾ ഞാൻ ബാറ്റിംഗ് നിൽക്കുന്ന സമയത്ത് ഇഫ് ഐ ഫീൽ സിംഗിൾ എടുക്കണ ബെറ്റർ എന്നുണ്ടെങ്കിൽ ഞാൻ സിംഗിൾ എടുക്കും, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോഴേക്കും അപ്പുറത്ത് നിൽക്കാൻ ഫോർ അടിക്കണുണ്ടല്ല, നീ അടിക്കുന്നില്ലടാ എന്ന രീതിയിൽ ഒരു ട്രിഗറിങ് വന്നു കഴിഞ്ഞാൽ അവ അടിച്ചോട്ടെ, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ബെറ്ററായി തോന്നുന്നത് ഇതാണ്, ഐ വിൽ ഡൂ ദാറ്റ്. ആ ഒരു കോമ്പറ്റീഷനിലേക്ക് നമ്മളെ തള്ളിവിടും. ഓക്കെ, ദാറ്റ് പേഴ്സൺ ഈസ് ഡൂയിങ് ദാറ്റ്, യു ഡൂ ദിസ്, ദാറ്റ് പേഴ്സൺ ഈസ് അച്ചീവ് ദിസ്, യു ആൾസോ അച്ചീവ് ദിസ്, ദാറ്റ് പേഴ്സൺ ഈസ്. ഈ കമ്പാരിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഉണ്ട്. ഇറ്റ്സ് എ വേഴ്സ്റ്റ് തിങ് ടു ഫേസ് അല്ലേ, കമ്പാരിറ്റീവ് സ്റ്റഡി. ഇറ്റ്സ് എ വേഴ്സ്റ്റ് തിങ് ടു ഫേസ്. ഇറ്റ് നെവർ അലൗഡ് ടു ഫോക്കസ് ആസ് ഇൻ വാട്ട് വി വാണ്ട് ടു ഫോക്കസ്. നമ്മളെന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ദാറ്റ് പേഴ്സണെ ലിറ്ററലി നമ്മൾ ചെയ്യുന്നത് റോങ് ആണോ എന്ന രീതിയിൽ പോലും തോന്നിപ്പിക്കും. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഇസ് റോങ് എന്ന രീതിയിൽ പോലും ചിന്തിപ്പിക്കാൻ
these people have the ability. And that person is doing, that person did that, they become successful in that. You also go and do it. You have that much ability. എനിക്ക് സക്സസ് അല്ല വേണ്ടത്, എനിക്ക് ബേസിക്കലി വേണ്ട ഹാപ്പിനെസ് ആണ്. ഐ ഗോ ഇൻ എ വേ ദാറ്റ് ഗെറ്റ് അല്ലേ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബിഗ് തിങ് ഓർ സ്മാൾ തിങ്. ഐ ബിക്കം എ ഹാപ്പി, ഐ ഡു ദാറ്റ്. ഈ തില്ലാലങ്കടി പറഞ്ഞ സിനിമയിൽ ജയൻ ഡേവിഡ് ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് കിക്ക് കിട്ടുന്നു. ഐ എം ഡൂയിങ് ദാറ്റ്. ഐ എം എ കൈൻഡ് ഓഫ് പേഴ്സൺ ലൈക്ക് ദാറ്റ്. ഓക്കെ, വെൻ ഐ ഗെറ്റ് ഹാപ്പി ഫ്രം ഡൂയിങ് സംതിങ്, ഐ ഗോ ആൻഡ് ഡു ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇറ്റ്സ് എ ബിഗ് തിങ്, ഇറ്റ്സ് എ സ്മാൾ തിങ്. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് അവിടെ ഇല്ല. ഈവൻ ഇറ്റ്സ് എ ടഫസ്റ്റ് തിങ്, ഐ ഗോ ഫോർ ദാറ്റ്. ഈവൻ അതാണ് നമ്മൾ ടഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ എല്ലാവരും വന്ന് പറയുന്നത് ഈസി ഓപ്ഷൻ, വൈ കുഡ് ആൻ ടേക്ക് ഇൻ. ഓക്കെ, ഈ ഒരു ഈസി ഓപ്ഷൻ ഉണ്ട്, നിനക്കതെന്തോ എടുത്തുകൂടാ. എനിക്കത് താല്പര്യമില്ല. ഈ താല്പര്യമില്ലായ്മ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. യു ടേക്ക് ഇറ്റ്. അത് താല്പര്യമില്ലാത്ത ഭക്ഷണം പോലും നമ്മൾ കഴിക്കൂ. നമ്മൾ താല്പര്യമില്ലാത്ത ഭക്ഷണം എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം, സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടച്ച് ചെയ്ത് 2 വായി ഉള്ളിൽ വയ്ക്കാം. പക്ഷേ പിന്നീട് നമ്മൾ ഒരിക്കലും കഴിക്കില്ല. അത് വേസ്റ്റ് ചെയ്ത് കളയും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണെന്ന് നോക്കൂ. ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ അതിങ്ങനെ കഴിച്ച് തീർന്ന് വീണ്ടും അതിൽ 2-3 കൈയിട്ട് പോലെ ഇങ്ങനെയൊക്കെ ആക്കി അതൊന്ന് നക്കി എടുത്തതിന് ശേഷം നമ്മൾ പാത്രം ക്ലീൻ ചെയ്ത് വെക്കുകയുള്ളൂ. ഓക്കെ, ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മെയിൻ ഡിഫറൻസ് അതാണ്. ഓക്കെ, നമുക്ക് അത് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, വി ബിക്കം ദ ബെസ്റ്റ്. ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നമുക്ക് എത്ര ബെസ്റ്റ്, അത് എത്ര ടാലൻറ്റഡ് പേഴ്സൺ ആണെങ്കിൽ പോലും ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ ഒരു വ്യക്തിക്ക് ബെസ്റ്റ് ആവാൻ കഴിയില്ല. അപ്പോൾ ദർ ഇസ് എ ചൂസിങ് ഒരു വ്യക്തിയുടെ കംഫർട്ട്, ഹൗ മച്ച് ആ വ്യക്തിക്ക് അത് ഇഷ്ടമുണ്ട് എന്നത് വലിയൊരു ഇതാണ്. പക്ഷേ നമ്മുടെ ഇഷ്ടം എന്നത് ഒരിക്കലും നമുക്ക് ചുറ്റുമുള്ള പീപ്പിൾസിന് അറിയില്ല. ഇറ്റ്സ് നോട്ട് സംതിങ്, എന്താ പറയുക, നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന സാധനം. നമ്മുടെ എബിലിറ്റി ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായി പഠിക്കും, ഇതൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ജഡ്ജ് ചെയ്യാന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടം എന്നത് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. ഒരാൾക്കും അത് ചിലപ്പോൾ ഓവർ ടൈം നമ്മൾ അത് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി ഹി ലൈക്ക് ദാറ്റ്. മേ ബി എന്നെ അറിയുന്നവർക്ക് ഒരുപാട് അറിയാം ഐ ലൈക്ക് ക്രിക്കറ്റ് ബിക്കോസ് ഐ എം ഫോളോയിങ് ഇറ്റ് ഫോർ ലോങ് ടൈം. അതുകൊണ്ട് മാത്രം അതിൻ്റെ ഡെപ്ത് എത്രയാണ് എന്നത് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിലേ നമുക്ക് മികച്ചതാകാൻ പറ്റുള്ളൂ. കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വഴി വിട്ടിട്ട് വേറൊരു വഴി കൂടെ ഓടും. കാരണം നമുക്ക് മറ്റൊരാളേക്ക് ബെറ്ററായിട്ട് പ്രൂവ് ചെയ്യണമല്ലോ, എൻ്റെ ഒരു അവസ്ഥയ്ക്ക് പോകുമല്ലോ. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള വഴി വിടും, വേറൊരു രീതിക്ക് പോകും. പക്ഷേ എപ്പോഴും ആ വഴി ചൂസ് ചെയ്യരുത്. കാരണം ഒബ്വിയസ്ലി ഈ സ്ലെഡ്ജിങ് പോലെയാണ്. അപ്പുറത്ത് നിന്നവരെല്ലാവരും അത് ചെയ്തുകൂടെ, ചിലവർ നെഗറ്റീവായിട്ട് സ്ലെഡ്ജ് ചെയ്യും. ഐ എം ഓക്കെ വിത്ത് ദാറ്റ് പീപ്പിൾ. ഓക്കെ, അതായത് ഭയങ്കരമായിട്ട് നിനക്കതൊന്നും പറ്റില്ലടാ, അതങ്ങനെയാടാ, നീയൊക്കെ ഇതാണ്, ആ ഒരു നെഗറ്റീവ് സ്ലെഡ്ജിങ് ഇല്ലേ, ഐ എം ഓക്കെ ഫോർ ദാറ്റ്. ഓക്കെ, കാരണം അറ്റ്ലീസ്റ്റ് ദേ ആർ ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, പോസിറ്റീവ് സ്ലെഡ്ജിങ് ഉണ്ട്. എങ്ങനെയാണെന്നറിയാം, അത് ഇഫ് യു ആർ ഡൂയിങ് സംതിങ്, ഫോർ എക്സാമ്പിൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒരിക്കൽ പോസിറ്റീവ് സ്ലെഡ്ജിങ് പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ നെഗറ്റീവ് പറയുന്നതാണ് നെഗറ്റീവ് സ്ലെഡ്ജിങ്. പോസിറ്റീവ് സ്ലെഡ്ജിങ്ങിലേക്ക് വരുമ്പോൾ സച്ചിൻ ആദ്യത്തെ മാച്ച് എന്തോ കളിക്കാൻ പോയത് പാകിസ്ഥാനിൽ കളിച്ച സമയത്ത് സച്ചിൻ എന്തോ മൂക്കിൽ ബോൾ കൊണ്ടിട്ട് ചോരയൊക്കെ വരാൻ തുടങ്ങും. അന്ന് മിയാന്താദ്, അതായത് അന്നത്തെ പാകിസ്ഥാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ, അന്ന് വന്ന് സ്ലെഡ്ജ് ചെയ്ത്, എടാ നിനക്ക് ഇനി കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിൻ്റെ മൂക്ക് ഭയങ്കരമായിട്ട് ചോര വരുന്നുണ്ട്, നീ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നാണ്. ഓക്കെ, ഇതൊരു സ്ലെഡ്ജിങ് ആയിരുന്നു. ബിക്കോസ് ദെയർ നീഡ് വാസ് സച്ചിൻ ഇറങ്ങിപ്പോകണം. ഓക്കെ, സച്ചിൻ ഇറങ്ങിപ്പോകണം എന്നത് അയാൾ ഒരിക്കലും നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ, നീ ഇറങ്ങിപ്പോടാ, നീയൊക്കെ പിള്ളേ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ആൾ പറഞ്ഞത് എടാ നിനക്ക് കളിക്കാൻ പറ്റും തോന്നുന്നില്ല, നിൻ്റെ മൂക്കിൽ ചോരയൊക്കെ വന്നു, നീ ബെറ്റർ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന രീതിയിലാണ്. അതൊരു പോസിറ്റീവ് സ്ലെഡ്ജിങ്ങാണ്. പക്ഷേ എൻ്റെ എഫക്റ്റ് അവർ ആഗ്രഹിക്കുന്നത് യു ഹാവ് ടു ഗിവ് അപ്പ്. ഓക്കെ, എൻ്റെ എഫക്റ്റിൽ ദേ വാണ്ട് ടു ഗിവ് അപ്പ്. നീ നിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് തന്നെ. പക്ഷേ ഇതുപോലെ തന്നെ പലരും നീ ഇത് ചെയ്യണം, ഇത് ചെയ്യും വേണം, ഇത് അതിനൊക്കെ ബെറ്റർ അതല്ലേ എന്ന രീതിയിൽ, അതായത് അതൊരു പോസിറ്റീവ് സ്ലെഡ്ജാണ്. ആ സ്ലെഡ്ജിങ്ങിൽ വീഴരുത്. ഓക്കെ, നെഗറ്റീവ് സ്ലെഡ്ജിങ്ങിൽ ആരും വീഴാതിരിക്കാൻ എല്ലാവർക്കും കഴിയും. കാരണം നെഗറ്റീവ് പറയണവൻ്റെ അവരങ്ങനെ പറഞ്ഞു, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഗ്രസീവ് ആവും. പക്ഷേ പോസിറ്റീവ് സ്ലെഡ്ജിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ സ്നേഹത്തോടെയും കെയറോടെയും പറയും അവർ. അതായത് നീ ഇതിപ്പോൾ ചെയ്യുന്നതിപ്പോൾ കഷ്ടമുണ്ടോ, അതിനൊക്കെ ബെറ്റർ ഇത് ചെയ്യണമല്ലേ എന്ന രീതിയിൽ, അങ്ങനെയാണ് പോസിറ്റീവ്. അതായത് അതിലൊരു നെഗറ്റീവ് വേർഡ് അവിടെ യൂസ് ചെയ്യില്ല. പക്ഷേ ഇറ്റ്സ് ആൾസോ സ്ലെഡ്ജിങ്. ദേ ആർ ട്രൈങ് ടു ഡീവിയേറ്റ് യുവർ പാത്ത്. ഓക്കെ, അതൊരു കോമ്പറ്റീഷൻ വന്നത്, അവർ അതൊക്കെ ചെയ്തിട്ടെല്ലാം ഓക്കെ ആണ്ടാ, നിനക്കും അതുകൂടെ ചെയ്തൂടെ. ദേ ഫോഴ്സിങ് അസ് ടു കോമ്പറ്റ് വിത്ത് അതർ പീപ്പിൾ. ഓക്കെ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് കോമ്പറ്റ് വിത്ത് അതർ പീപ്പിൾ. എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യം ഇഷ്ടമാകുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ബെറ്റർ ആകുക, ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. ആ കാര്യങ്ങളിൽ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ഓക്കെ അവരതായിക്കോട്ടെ. ദർ മേ ബി ബെറ്റർ സിംഗേഴ്സ്, ഓക്കെ അവർ ബെറ്റർ സിംഗർ ആയിക്കോട്ടെ, എനിക്ക് ബെറ്റർ സിംഗർ ആണെന്ന് ആഗ്രഹമില്ല. ദർ മേ ബി ബെറ്റർ ഡാൻസേഴ്സ്,
ഓക്കെ ദർ ബി ലെറ്റർ ഫുട്ബോളേഴ്സ്. എനിക്കതൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഞാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ എന്തിനും മികച്ചതാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് താല്പര്യമുള്ള ഏരിയാസ് ഉണ്ട്. ആ കാര്യങ്ങളിൽ ഏറ്റവും മികച്ചതാകാൻ മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഒരിക്കലും ആ കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവർ മികച്ചതാണ് അതിനെ ഞാൻ എന്ത് ചെയ്യണം? അവർ മികച്ചതായിക്കോട്ടെ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ കണ്ടെത്തുക എന്നത് മാത്രമേ ഞാൻ ചിന്തിക്കാറൊന്നുമല്ലാതെ ബാക്കി ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടാവും. അവർ ചിലപ്പോൾ അതിനെ എന്നെക്കാളും ബെറ്ററായി ചെയ്യണ്ടാവും. ചെയ്തോട്ടെ, അത് ഞാൻ എന്ത് ചെയ്യണം? വൈ ഷുഡ് ഐ കോമ്പീറ്റ് വിത്ത് ദം? ഐ എം കോമ്പീറ്റിങ് വിത്ത് മൈസെൽഫ്. ഓക്കെ, എൻ്റെ ബെറ്റർ. കാരണം അവരൊരിക്കലും ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അവർ ഗിവ് അപ്പ്. എന്നോട് പലപ്പോഴും എന്നോട് കോമ്പീറ്റ് ചെയ്തിട്ട് പീപ്പിൾ 1 ഇയർ ആയി നമുക്ക് ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഏറ്റവും ബെറ്ററും എനിക്ക് ഒരിക്കലും ഇട്ടിട്ട് പോകാത്തൊരു കോമ്പറ്റീറ്റേഴ്സിനെയാണ് എനിക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ആ കോമ്പറ്റീറ്റർ ഞാൻ തന്നെയാണ്. ഓക്കെ, വേറൊരു കോമ്പറ്റീറ്റർ മാത്രം ബെറ്ററായിട്ട് എൻ്റെ ഒപ്പം പിടിച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നാറില്ല. ദയവായി ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴും ചിലപ്പോൾ അവർ ഇടർ പോകും. പിന്നെ എൻ്റെ കോമ്പറ്റീഷൻ പോയി. എനിക്ക് എല്ലായ്പ്പോഴും കോമ്പറ്റീഷൻ വേണം. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ ഞാൻ എന്നോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യണത്. ആ കോമ്പറ്റീറ്റർ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴും കോമ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നോട്. മറ്റുള്ള ഒരാളോട് കോമ്പറ്റീഷനുള്ള ട്രിഗറിങ് നടക്കാറുണ്ട്. അത് പോസിറ്റീവ് ട്രിഗറിങ് നടക്കാറുണ്ട്, നെഗറ്റീവ് ട്രിഗറിങ് നടക്കാറുണ്ട്. സോ ആൾവേസ് ഞാൻ എപ്പോഴും പറയും, ഡോണ്ട് ചേഞ്ച് യുവർ പാത്ത്. ആൻഡ് പീപ്പിൾ ആർ ട്രൈങ് ടു ഇൻഫ്ലുവൻസ് യു ടു ചേഞ്ച് യുവർ പാത്ത്. നിങ്ങളുടെ പാത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവിധ ഇൻഫ്ലുവൻസ് അവിടെ നടക്കും. ഡോണ്ട് ചേഞ്ച് യുവർ പാത്ത്, ഫോക്കസ് ഓൺ യുവർ പാത്ത് ആൻഡ് വർക്ക് ഹാർഡർ ഓൺ യുവർ പാത്ത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നോ വൺ വിൽ, ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പാത്തിൽ നിങ്ങളെ നടത്താൻ ഒന്നും ചെയ്തില്ല. എവരിബഡി ആസ് ടു ഡീവിയേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീവിയേറ്റ് ചെയ്യാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അത് ബെറ്ററായി ചെയ്ത് കഴിഞ്ഞാൽ യു ബിക്കം ബെസ്റ്റ് ഓഫ് ദാറ്റ്. ഓക്കെ, നമ്മളതിൽ ബെറ്ററായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ ബെറ്ററായി. അത് ഓവർ എ ടൈം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ട്രിഗറിങ് വന്നുകൊണ്ടേയിരിക്കും പാത്ത് ചേഞ്ച് ചെയ്യാനുള്ളത്. ബട്ട് യു ഷുഡ് ബി കെയർഫുൾ ഓൺ യുവർ പാത്ത്.